ഈ കുഞ്ഞുങ്ങളാണ് കണ്ടക്ടറുടെ മോശം പെരുമാറ്റം അനുഭവിക്കേണ്ടി വന്നത്. ആ കുഞ്ഞുങ്ങളോട് തന്നെ ചോദിക്കാം. മോനെ ഇന്നലെ എന്താണ് ശരിക്കും മോന്റെ പേരെന്തിട്ടാ? സയാൻ. ഇന്നലെ എന്താ ഉണ്ടായത്? എത്ര മണിക്കാണ്? ഇന്നലെ വൈകുന്നേരം കറക്റ്റ് 5 മണിക്കാണ് ഈ വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുക്കാറ്. അപ്പോൾ 5:05 ബസ് എടുക്കും. അപ്പോൾ ഞങ്ങൾ ബസ് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മോർണിംഗും ഉണ്ട്, ഈവനിങ്ങും സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അപ്പം 5 മണിക്ക് സ്കൂള് വിടുമ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വീട്ടിലെത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വീട്ടിലെത്താന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ബസ് നിർത്തിയിട്ടേക്ക് കണ്ടപ്പോൾ കയറാൻ ആളുമ്പോൾ ആൾ തടഞ്ഞു, കയറാൻ അനുവദിച്ചില്ല. പോരാത്തതിന് 2-3 പിള്ളേരെ മാത്രം കയറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കിടത്തിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ സീറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിന്ന് പോയിക്കോളാം, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വീട്ടിലെത്തിയാൽ മാത്രം മതി. ഈ ബസ് ജീവനക്കാരുടെ തൊഴിൽ മുടക്കണം എന്ന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഇല്ല. സ്വാഭാവികമായിട്ട് ST കാശാണ്. അപ്പോൾ എല്ലാ കണ്ടക്ടർമാർക്കും ഒരു പരിഗണന കുറവുണ്ടാവും. അപ്പോൾ ആ പരിഗണന കുറവുള്ളത് അനുഭവിക്കാതെ ഞങ്ങൾക്ക് വീട്ടിൽ മര്യാദയ്ക്ക് എത്തിയാൽ മതി എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനോടും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിനോടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീനോടും ഇനി ഒരു വിദ്യാർത്ഥി ഇതുപോലെ വഴിയിൽ വണ്ടി കിട്ടാതെ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും വഴിയിൽ ഇങ്ങനെ നിൽക്കാൻ ഇടവരുത്തരുത്. ഇതൊരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്. കാരണം KSRTCക്ക് സർക്കാരിന് ഒരുപാട് നഷ്ടം ഉണ്ടാവുമെന്നറിയാം. എന്നാലും പ്രിയദർശിനി KSRTC വനിതാ സൗജന്യ യാത്രയിൽ വിദ്യാർത്ഥികളെ കൂടെ പരിഗണിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അതിൽ ജെൻഡർ നോക്കണ്ട, വിദ്യാർത്ഥികൾ നമുക്ക് അങ്ങനെ പരിഗണിക്കാം. കാരണം എനിക്കറിയാം KSRTCക്കും സർക്കാരിന് ഒരുപാട് നഷ്ടം ഉണ്ടാവും. പക്ഷെ ഈ കുട്ടികൾ പഠിച്ച് ഈ നാടിനും നാട്ടുകാർക്കും ഇതിന്റെ 4 ഇരട്ടി 10 ഇരട്ടി ലാഭം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇനി ഒരു വിദ്യാർത്ഥി ഇതുപോലെ വഴിയിൽ നിൽക്കാൻ ഇട വരുത്തല്ലേ, ഇതൊന്ന് പരിഗണിക്കണേ. വിദ്യാർത്ഥികൾക്ക് ഫ്രീ സർവീസ് KSRTC ഓർഡിനറിയിൽ മതി, ഓർഡിനറിയിൽ തന്നെ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒന്ന് സൗജന്യ യാത്ര കൊടുത്തേക്കണേ.